Namaskaram. My name is Haridas. Our venture here is to make a thorough knowledge about business regulatory framework or commercial law. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ആധികാരികമായിട്ട് ഇപ്പോൾ വിളിക്കുന്ന പേര് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന ഈ സബ്ജക്റ്റ് കേരളത്തിലെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ ബികോം വിദ്യാർത്ഥികൾക്ക് അതേപോലെ തന്നെ MBA, BBA, LLB മുതലായ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്. So we are making an attempt to make the subject very simple for these students. So നമ്മുടെ സബ്ജക്റ്റ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കോൺട്രാക്ട് ഓഫ് ഏജൻസി, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലെയും ഇൻഡെംനിറ്റി ഗ്യാരണ്ടി അതുപോലുള്ള സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ പരിപൂർണമായും മനസ്സിലാക്കി തരിക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആൻഡ് ദിസ് വെഞ്ചർ ഈസ് ഔട്ട് ഓഫ് ദ റിക്വസ്റ്റ് ഓഫ് മൈ പ്രീവിയസ് സ്റ്റുഡൻസ് ആൻഡ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായവും അവരുടെയൊക്കെ സ്നേഹപൂർവമായ നിർദ്ദേശമനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ലെറ്റ് us start the class. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അത് ഇപ്പോഴുള്ള പുതിയ പേരാണ്. ആക്ച്വലി it was business law or Indian mercantile law or commercial law, and the new name given to the same subject is called the business regulatory framework. Before we are studying anything about the business regulatory framework, we have to study a bit about law. What is law and what is the meaning and the definition of the term law? അപ്പോൾ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ലോ. അപ്പോൾ ലോ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗത്തിന് ഒരു പ്രത്യേക അർത്ഥം നമ്മൾ പറയുക. ഇറ്റ്സ് എ ഫിലോസഫി. Why it is called philosophy? It is the thought of great men, or it is the thought from great men. മഹാന്മാരിൽ നിന്നുണ്ടായിരിക്കുന്ന ചിന്തകളാണ് നമ്മൾ നിയമം എന്ന തത്വസംഹിതയായിട്ട് രൂപീകരിച്ചിരിക്കുന്നത്. തത്വത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ലോജിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം ലോയാകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആകത്തുള്ളൂ. So what is the base of law means it should have some logical support. And means if it lacks to have, or if it lacks to have logical support, that cannot be a good principle. So we are studying what is law, or the meaning and definition of the term law. Look here. Law is a set of principles enforced by the government for the welfare of people. Welfare means well-being of people. Law is a set of principle. Set of principle means a bunch of principle. Who is enforced? It is to be enforced by the governments. No authority or authority other than government is not permitted to frame law. So who can frame law? Government can frame law. And also court can also frame law. That's a matter that is to be studied later. That we will study and analyze in its exact future. Now come to the subject. Law is a set of principles enforced by the government for the welfare of people. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയ തത്വസംഹിതയുടെ കൂട്ടത്തെ അല്ലെങ്കിൽ തത്വസംഹിതയാണ് നമ്മൾ നിയമം എന്ന് പറയുന്നത്.
People living in an organized society have to follow certain principles. Otherwise, peaceful living is impossible. People living in an organized society. People living in an organized society means all men are living in organized society. നമ്മളാരും ഏകാന്തമായി ജീവിക്കുന്നവരല്ല. As we studied about Robinson Crusoe, who was a person lived in an isolated island, and that was not the case as far as we are concerned. We all are living in a society, and there is systematized principle why it is called organized society. നമ്മളെല്ലാവരും ഒരു സംഘടിതമായ തത്വസംഹിതയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആയതുകൊണ്ട് നമ്മൾ സംഘടിതമായ സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ്. അപ്പോൾ സംഘടിതമായ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ച് തത്വസംഹിതകളെ അനുവർത്തിക്കേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊരു തത്വസംഹിതയാണോ നമ്മളുടെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടി പിന്തുടരേണ്ടി വരുന്നത്, അതിനെ നമുക്ക് ആ തത്വസംഹിതയെ നമുക്ക് നിയമമെന്ന് പറയാം. അങ്ങനത്തെ ഒരു തത്വസംഹിത ഈ സമൂഹത്തിൽ ഇല്ലെങ്കിൽ it is not possible for us to make a peaceful living. Peaceful living is possible only if we do have a set of principles. സമൂഹത്തിന് സമാധാനപൂർണമായി നമുക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തത്വസംഹിത നമുക്ക് വേണം. ആ തത്വസംഹിത ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കും. അപ്പോൾ അതാണ് ഈ മീനിങ്. People living in an organized society have to follow certain principles. Otherwise, peaceful living is impossible. Otherwise, peaceful living is impossible. Okay, it is once again, law is a set of principles enforced by the government for the welfare of people. People living in an organized society have to follow certain principles. Otherwise, peaceful living is impossible. We can analyze a definition from a philosopher named Holland. According to Holland, law is the rule of external human action enforced by the sovereign political authority. According to Holland, law is the rule of external human action enforced by the sovereign political authority. Enforced means implemented. Enforced means bring into practice. നടപ്പിലാക്കുക, പ്രാവർത്തികമാക്കുക. The law is the rule. Rule means not law. Law is the rule. That means rule is an ingredient of law. So law and rule are different. റൂൾ എന്ന് പറയുന്നതിന് മലയാളം ചട്ടം എന്നും ലോ എന്നതിന്റെ മലയാളം നിയമം എന്നുമാണ്. ചട്ടം അടങ്ങിയതാണ് നിയമം. So what is law means in law there is rule. So law is a rule of external human action. Human actions can be internal or external. What is internal action? Here we say about the thoughts or our idea or thinking. External action means our action. Means our physical approach to do something is called external action. നമ്മൾ ബാഹ്യമായി ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചാൽ അത് എക്സ്റ്റേണൽ ആക്ഷനാണ്. എന്നാൽ നമ്മളൊരു വസ്തുതയെക്കുറിച്ച് ചിന്തിച്ചു, നമ്മളതിനെക്കുറിച്ച് വിശകലനം ചെയ്തു, അത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തയല്ലേ, അത് ഇന്റേണൽ ആക്ഷനാണ്. അപ്പോൾ ലോ ഈസ് ദ റൂൾ ഓഫ് എക്സ്റ്റേണൽ ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യന്റെ ബാഹ്യപ്രവർത്തനത്തെ സംബന്ധിച്ച ചട്ടമാണ് നിയമം. മനുഷ്യൻ എങ്ങനെ പെരുമാറണം അഥവാ
എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നതിനെ സംബന്ധിച്ച ഒരു പെരുമാറ്റച്ചട്ടത്തെ ആണ് നിയമം എന്ന് പറയേണ്ടത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിയമം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ ബാഹ്യപ്രവർത്തനത്തെ സംബന്ധിച്ച് പെരുമാറ്റച്ചട്ടമാണ്. According to Holland, law is the rule of external human action and it is not related with the internal action of men. Internal action, as I said you, it is the thoughts or our vision. Our thoughts are not at all a matter of external action. So, according to Holland, law is the rule of external human action enforced by the sovereign political authority. Sovereign political authority here, now we have to understand, it is government. So, enforced by means brought into practice, implemented by the government. അപ്പോൾ മനുഷ്യന്റെ ബാഹ്യപ്രവർത്തനത്തെ സംബന്ധിച്ച പെരുമാറ്റച്ചട്ടത്തെ ഗവൺമെന്റ് നടപ്പിൽ വന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പിൽ ആക്കിയ പ്രാവർത്തികമാക്കിയ മനുഷ്യപ്രവൃത്തിയുടെ ബാഹ്യ പെരുമാറ്റച്ചട്ടത്തെ അതിനാണ് നിയമം എന്ന് വിളിക്കുക. അപ്പം മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച തത്വസംഹിതയെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിയമം എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ നിർവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. നോക്കൂ, ലോ റിലേറ്റിംഗ് ടു ദ ആക്ഷൻ ഓഫ് മെൻ. ലോ റിലേറ്റിംഗ് ടു ദ ആക്ഷൻ ഓഫ് മെൻ. അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചതാണ് നിയമം. മനുഷ്യ ഇതര പ്രവർത്തനങ്ങളെ നിയമമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല എന്ന് അർത്ഥം. അടുത്തത്, ലോ റിലേറ്റ്സ് ടു ദ എക്സ്റ്റേണൽ ആക്ഷൻ ഓഫ് മെൻ. മെൻ മീൻസ് ഹ്യൂമൻ ബീയിങ്. ഇവിടെയും ഹ്യൂമൻ ബീയിങ് എന്ന് പറയാം, ഇവിടെയും ഹ്യൂമൻ ബീയിങ് എന്ന് പറയാം. അപ്പൊ ലോ റിലേറ്റിംഗ് ടു ദി ആക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ഓർ മെൻ. ലോ റെഗുലേറ്റ്സ് മീൻസ് കൺട്രോൾ ദി എക്സ്റ്റേണൽ ആക്ഷൻ ഓഫ് മെൻ. നമ്മുടെ ബാഹ്യപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പെരുമാറാം അഥവാ എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്ന് നിയമം പറയുന്നു. അടുത്തത് നോക്കൂ, ഇറ്റ് ഈസ് എൻഫോഴ്സ്ഡ് ബൈ ദ ഗവൺമെന്റ്. The government, only government can enforce it. Or when it becomes law means when it is enforced by, implemented by the government. Means we do not have the right to make law individually. So, what Holland said, law is the rule of external human action enforced by the sovereign political authority. From the definition, law relating to the action of man, law relates to the external action of man, and the third one, law is enforced by government. ഇത് ഒരു നിർവചനമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം തീരുകയാണ്. And my request is that if you are interested in this portion, you have to make a like and also to subscribe, and if possible give a tick on the bell button. Thank you. See you again.